നമസ്കാരം. നമസ്തേ. കേരളത്തിലെ കപ്പൽശാല ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തന്നെയാണ്. കാരണം ഏകദേശം ടാറ്റ ഗ്രൂപ്പ് ഏകദേശം 1000-ഓളം കോടി രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളത് വി ഡി സതീശൻ ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെയാണ് ഈ സാധനം പറഞ്ഞത്. പക്ഷേ പിന്നീട് ടാറ്റ ഗ്രൂപ്പ് തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. അത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുന്നു. അപ്പോൾ വലിയ തരത്തിൽ എന്താണ് ചർച്ചകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സതീശൻ എന്തിനു വേണ്ടിയാണ് പിന്നെ ഈ നുണ പറഞ്ഞത്? ഇത് നുണയാണോ അതല്ല ഉള്ളതാണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. മറ്റൊരു ചർച്ചാ വിഷയം നടക്കുന്നത് കേരളത്തിലോട് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് വരാൻ പേടിക്കുന്നു, ഭയക്കുന്നു. കേരളം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല എന്നുള്ളത് നടക്കുന്നു. ഇതൊന്നും അല്ലാതെ ഇന്നിപ്പോൾ മൂന്നാമതായിട്ട് പുതിയൊരു ചർച്ച ആരംഭിച്ചത് ഇത് CPM-ൻ്റെ കാലത്തിൽ രാജീവ് അടക്കമുള്ള ഒരു ഫോട്ടം ഔദ്യോഗികമായിട്ട് വന്നിരുന്നു. ടാറ്റ ഗ്രൂപ്പായിട്ട് അന്ന് തീരുമാനിച്ച കാര്യങ്ങളാണ് എന്നുള്ളതും അത് സതീശൻ്റെ ക്രെഡിറ്റിലോട്ട് ഇപ്പോൾ തട്ടിയെടുത്തതാണെന്നുള്ളതും അതിൻ്റെ ഫോട്ടോ സഹിതം അന്ന് അവർ സംസാരിച്ച കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ ഇന്ന് ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിരുന്നു. പല മാധ്യമങ്ങളും പുറത്തു വിട്ടായിരുന്നു. അപ്പോൾ വലിയ തരത്തിലുള്ള ആകാംക്ഷ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. സതീശൻ നുണ പറഞ്ഞതാണോ അതല്ല നുണ പറഞ്ഞത് രാജീവ് അടക്കമുള്ള ആൾക്കാരാണോ അതല്ല മാധ്യമങ്ങൾക്ക് തെറ്റ് പറ്റിയതാണോ? അതൊന്നുമല്ല. ഈ പറഞ്ഞപ്പെട്ട പോലെ ടാറ്റ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടേ അല്ല, സതീശൻ വെറുതെ പറഞ്ഞതാണ്. പല കാര്യങ്ങളും ചർച്ചാ വിഷയത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്ക് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ പ്രതീക്ഷ ഉണർത്തിയ ഒരു വാർത്തയായിരുന്നു. 10,000 കോടി രൂപയുടെ മുതൽ മുടക്കോടെ ടാറ്റ ഗ്രൂപ്പ് കപ്പൽ നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിക്കുന്നുവെന്നും അത് കേരളത്തിലായിരിക്കും അവരുടെ കപ്പൽ നിർമ്മാണശാല എന്നും വന്ന വാർത്ത. ഇത് ബ്ലൂംബർഗ് എന്ന വിദേശ ധനകാര്യ ഏജൻസിക്ക് നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് കേരളത്തിലെ ചില മാധ്യമങ്ങളിലാണ് ഈ വാർത്ത വന്നത്. ഉം. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത്. ഇത് സതീശനാണോ പറഞ്ഞത്? കാരണം ബ്ലൂംബർഗിൽ ഞാൻ അങ്ങനെ ഒരു വാർത്ത കണ്ടില്ല. ഞാൻ കാണാത്തായിരിക്കും. ഞാൻ ബ്ലൂംബർഗിൽ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ വാർത്തകളും നമുക്ക് കാണണമെന്നില്ല. പലതും അവിടെ ഫയർവാൾ ഉള്ളതുകൊണ്ട് നമുക്ക് കയറി കാണാനും പറ്റില്ല. പിന്നെ മലയാള മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞു, അതൊരു പക്ഷേ സതീശന്റെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തായിരിക്കും. അല്ലാതെ ബ്ലൂംബർഗും സതീശനും തമ്മിൽ സംസാരിച്ചത് കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ അറിയും? അപ്പൊ ഉം. അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാക്കൾ ആരെങ്കിലുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മീഡിയ ടീമോ പുറത്തുവിട്ടതായിരിക്കാം. ഒന്നുകിൽ അവർക്ക് പറ്റിയ തെറ്റായിരിക്കാം, അത് സതീശന്റെ തലയിൽ കെട്ടിവെക്കുന്നതായിരിക്കാം. വേണ്ടത്ര അവധാനത ഇല്ലാത്ത ആരോ ആ മീഡിയ ടീമിൽ നിന്ന് പുറത്തുവിട്ട ഒരു വാർത്തയായിരിക്കണം ഒന്നുകിൽ. എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അവരാണോ മറ്റാരോ ആണോ എന്ന്. പക്ഷെ ആരോ അങ്ങനെ മാധ്യമങ്ങൾക്ക് കൊടുക്കാതെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെ എല്ലാത്തിലും ഒരേപോലൊരു വാർത്ത വരുമോ? എനിക്ക് സംശയമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം ഈ വാർത്ത പുറത്തു വന്നത്. അതോ ഇനി വല്ല IAS പുറത്തു വിട്ടതാണോ ഈ വാർത്ത? അത് നമുക്ക് അറിഞ്ഞില്ല. ഈ അമിതാവേശം അപകടമാണ്. അതാണ് ഈ വാർത്ത. സതീശന്, മുഖ്യമന്ത്രിക്ക് ഇത് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് അതാണ്. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അതീവ സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ ആ പിന്നെ ഹീസ് ഗോയിങ് ടു എൻഡ് അപ്പ് വിത്ത് എഗ് ഓൺ ഹിസ് ഫേസ്. അത് അയാളുടെ മുഖത്ത് ചെളി കരിവാരിത്തേക്കും ആരെങ്കിലുമൊക്കെ. അത് അദ്ദേഹം അതിന്റെ ഒരു സൂചനയാണ് ഇത് നൽകിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത്, അതിലും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിലൊരു ചോദ്യമുണ്ട്. ടാറ്റ പോലൊരു പ്രഗത്ഭ കമ്പനി കേരളത്തിലെ ഒരു 10,000 കോടി മുതൽ മുടക്കുള്ള ഒരു സ്ഥാപനം കേരളത്തിൽ തുടങ്ങുമോ? അത് അത്ര എളുപ്പമൊന്നുമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, അദാനി വിഴിഞ്ഞത്ത് ഇപ്പോ മൊത്തം പല ഘട്ടങ്ങളിലായിട്ട് 10,000-ത്തിലൊക്കെ അധികം കോടിയാണ്, 20,000 കോടിയിലധികം ഇൻവെസ്റ്റ്മെന്റ് വിഴിഞ്ഞത്ത് വരും. അങ്ങനെ ഒരു സംരംഭം അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്ത് ചെയ്തല്ലോ. അപ്പം പിന്നെ ടാറ്റ ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്ത് എന്നൊരു ചോദ്യം വരാം. വിഴിഞ്ഞവും കപ്പൽ നിർമ്മാണശാലയും വ്യത്യാസം. വിഴിഞ്ഞം എന്നത് അടിസ്ഥാന സൗകര്യ വികസനം. അത് ഒരു പോർട്ട് എന്ന് പറയുന്നത് ഒരു 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 ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ കേരളത്തിലെ റോഡ് പണിക്ക് എത്രായിരം കോടി രൂപ, NH-66 ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ്. പക്ഷേ അത് നടക്കും. പക്ഷെ ഒരു വ്യവസായശാല വ്യത്യാസം. വ്യവസായശാല എന്നുള്ളത് അവിടെ ഒരു സമ്പൂർണമായ ഒരു പ്രോഡക്റ്റാണ്. വിഴിഞ്ഞം ഓഫർ ചെയ്യുന്ന ഒരു സർവീസാണ്. അതായത് അടിസ്ഥാന സൗകര്യം ഉണ്ട്. ഇവിടെ വരുന്ന കപ്പലിൽ നിന്ന് സാധനം നമ്മൾ ഇറക്കാനുള്ള സർവീസ്, അത് വേറൊരു കപ്പലിലോട്ട് കയറ്റി മൂന്നാമതൊരിടത്തേക്ക് അയക്കുന്ന സർവീസാണ്. കേരളത്തിന് പിന്നെ നിർമ്മാണം ഇല്ല. കേരളത്തിൽ നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു ബ്രാൻഡുകളും ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇവിടെ പിന്നെ C ബാലചന്ദ്രൻ എന്ന ഒരാളുണ്ട്. അദ്ദേഹം ഈ ബ്ലഡ് ബാഗ് നിർമ്മിച്ചിട്ട് വലിയ കമ്പനിയൊക്കെ ഉണ്ടാക്കി
അദ്ദേഹം പിന്നെ ഫെഡറൽ ബാങ്കിന്റെ ചെയർമാനായി ഇപ്പൊ ആ സ്ഥാനത്ത് നിന്ന് മാറി. ഇദ്ദേഹം കേരളത്തിനെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് പോലും എനിക്ക് ചോദിക്കാനുള്ളത്, കെൽട്രോൺ എന്നൊരു ബ്രാൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ടി വി, റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. എവിടെ പോയി കെൽട്രോൺ ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങൾ? കേരളത്തിലെ അതുപോലെ കേരളത്തിൽ നിർമ്മിച്ച ഏതെങ്കിലും ഒരു ഉപഭോക്തൃ വസ്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? കേരളത്തിൽ നിർമ്മിച്ച ഒരു കാറ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും? കേരളത്തിൽ നിർമ്മിച്ച അഖിലേന്ത്യാ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഈ 3 വീലർ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും വാങ്ങിക്കുന്നില്ല. പണ്ട് അവർ സ്കൂട്ടർ, അതിനു മുമ്പ് അവർ സ്കൂട്ടർ നിർമ്മിച്ചതാണ്. അതിനെന്ത് സംഭവിച്ചു? കേരളത്തിൽ മെയ്ഡ് ഇൻ കേരള എന്നൊരു പ്രോഡക്റ്റ് ഈ നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ടാറ്റ ഗ്രൂപ്പിന്റെ പിന്മാറ്റത്തെ തുടർന്ന് കേരളം നിർമ്മാണത്തിന് പറ്റിയ സ്ഥലമല്ല എന്നുള്ള ഒരു ആക്ഷേപത്തിന് ഇത് കുറച്ചുകൂടി അടിവരയിടുക. അതായത് ആ ആക്ഷേപം കുറച്ചുകൂടി ശക്തമായിട്ട് നിലനിൽക്കുന്നു. ശരിക്കും ഈ ഇപ്പോഴുണ്ടായ ഈ വിവാദം ഈ സർക്കാരിന് ഒരുപാട് ദോഷം ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും. അതായത് ഇതാരാണ് ഇത്തരം ഒരു വാർത്ത പ്രചരിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വാർത്തയുടെ ഒരു ഉത്ഭവം യഥാർത്ഥത്തിൽ സതീശനെതിരെയുള്ള വിമർശനങ്ങളെക്കാൾ അധികം അദ്ദേഹത്തിന്റെ ഒരു ട്രസ്റ്റിന് അതൊരു കോട്ടം തട്ടിച്ചു. അവിടെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം വാർത്തകൾ എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളത്. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വലിയ പ്രതീക്ഷകൾ ഉണർത്തി. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ മാറ്റമാകും. ഇപ്പൊ കൊച്ചിയിൽ വരാൻ പോകുന്ന ഏതാണ്ട് 200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിലുള്ള ഒരു ബോട്ട് നിർമ്മാണശാലയാണ്. അതിന് ചെറിയ കപ്പൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഏതാണ്ട് ഒരു വലിയ ബോട്ട് നിർമ്മിക്കുന്ന സ്ഥലമാണ്. അതിലെന്തോ ടാറ്റ പങ്കാളിയാണ്. അതൊന്നും ഒരു കാര്യമല്ല. കൊച്ചിയിലൊക്കെ ഷിപ്പ് യാർഡുകളൊക്കെ ധാരാളമുണ്ട്. ഇപ്പോ നിങ്ങൾ അഴൂരോട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം, സമുദ്ര പോലൊക്കെയുള്ള സ്വകാര്യ ഷിപ്പ് യാർഡുകളുണ്ട്. അവിടെയൊക്കെ വലിയ കപ്പലുകളൊക്കെ പണിഞ്ഞിറങ്ങുന്നുണ്ട്. അത് അവിടെ കിടക്കട്ടെ. ഒരു പ്രോപ്പർ ഷിപ്പ് യാർഡ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത് ബോട്ടുകളാണ്, വലിയ ബോട്ടുകൾ അവർ നിർമ്മിക്കും. ഈ കപ്പൽ നിർമ്മാണശാല എന്ന് വിളിക്കാൻ അത് ക്വാളിഫൈ ചെയ്യുന്നില്ല. അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വാർത്ത ഇറക്കിയത് എന്ത് ബുദ്ധിയാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. പിന്നെ അടുത്തത്, കേരളത്തിന്റെ വികസനത്തിനായിട്ട് സതീശൻ സ്വപ്നം കണ്ട മിഷൻ സമുദ്ര. ആ മിഷൻ സമുദ്രയെ ഏറ്റ ആദ്യത്തെ അടിയാണ് ഈ ഒരു വാർത്ത. മിഷൻ സമുദ്ര എന്നത് ഒരു വലിയ ആശയമാണ്. ഞാൻ ആ ആശയത്തോട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. മിഷൻ സമുദ്ര കേരളത്തിന്, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു, കേരളത്തിന് IT ആണോ വേണ്ടത്, കേരളത്തിന് സമുദ്രമായിട്ട് ബന്ധപ്പെട്ട പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളാണോ? ഞാൻ വീണ്ടും പറയും, കേരളത്തിന് IT കൊണ്ടൊന്നും കേരളം IT-യുടെ മേഖലയിലൊന്നും വലിയ ശക്തിയല്ല. കേരളത്തിന് ശക്തി യഥാർത്ഥത്തിൽ കിട്ടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ മാരിടൈം സെക്ടർ. മാരിടൈം സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള വ്യവസായങ്ങൾ വന്നാൽ കേരളത്തിന് അതൊരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവും. കാരണം ഈ പോർട്ട് എന്ന് പറയുന്നിടത്തൊന്നും സർവീസും ഷിപ്പ് ബിൽഡിങ്, റിലേറ്റഡ് ഇൻഡസ്ട്രീസ്, അതിൽ നിന്നൊക്കെ ഉള്ള മറ്റ് മാനുഫാക്ചറിങ് പ്രോഡക്ട്സ്, അതായത് ഒരു കപ്പല് ഇറക്കുന്നതൊക്കെ അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അത് ഒരു നേരിട്ടും അല്ലാതെയും അനുബന്ധ മേഖലയിലും വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് കൊച്ചിയിലാണ് നിർമ്മിച്ചത്. ചെറിയ കാര്യമല്ലത്. അപ്പൊ കേരളത്തിന്റെ ഒരു ശക്തിയാണ്. അതുപോലെ ഇപ്പോ കൊച്ചിയിലെ കാക്കനാട്ട് ഒരു നാവികസേനയുടെ DRDOയുടെ നാവികസേനയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ പേര് നാഷണൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മളത് വേറൊരു ചർച്ചയുടെ ഇടയിൽ ആ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് അവര് നിർമ്മിച്ച സോണാർ എന്ന ഉപകരണം, അതായത് ഈ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിന്റെ ഒരു ഫുൾ ഫോം. ആ സോണാർ എന്ന ഉപകരണം അന്തർവാഹിനികൾക്കും കപ്പലുകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അങ്ങനെയാണ് ശത്രുവിന്റെ കപ്പലിന്റെ ലൊക്കേഷൻ കാണുന്നതും മറ്റു ടാർഗറ്റ് കാണുന്നതും എല്ലാം ഈ സോണാർ ഉപയോഗിച്ചാണ്. സമുദ്രത്തിലുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ തിരിച്ചറിയുന്നതും അതിൽ നിന്ന് ഒഴിവായിട്ടൊരു കപ്പലിനും പോകാൻ സാധിക്കുന്നതുമൊക്കെ ഈ സോണാർ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെയുള്ള അതീവ ഡിമാൻഡുള്ള ഉഷസ് എന്ന ഒരു ഉപകരണം, സോണാറാണ്. ആ ഉപകരണം നിർമ്മിച്ചത്
ഈ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറിയാണ്. അതുപോലെ കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഹംസ എന്ന മറ്റൊരു സോണാർ, ഇതൊക്കെ തന്നെ കേരളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ സമുദ്രത്തിന്റെ മേഖലയിൽ കേരളത്തിന് നേട്ടങ്ങൾ കൊയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളും നിർമ്മിക്കുന്നത്. വിമാനവാഹിനി കപ്പൽ അവിടെ നിർമ്മിച്ചതെന്ന് പറയുമ്പോൾ സാങ്കേതികതയും അതിന്റെ എക്സിക്യൂഷൻ പാർട്ടിലും ആ ഷിപ്പ്യാർഡിന് ഉള്ള പ്രാഗൽഭ്യം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പൊ സതീശൻ എടുത്ത ചൂട് ശരിയാണ്. മിഷൻ സമുദ്ര നിശ്ചയമായിട്ടും കേരളത്തിന് നടപ്പാക്കാൻ പറ്റുന്ന കേരളത്തിന് ആവശ്യമുള്ള ഒരു പദ്ധതി തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതിയുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു മിഷനാണത്. ശരിക്കും സാഗർമാല പദ്ധതിയാണ് ഈ മിഷനായിട്ട് കേരളത്തിൽ അത് മാറ്റിയിരിക്കുന്നത്. സാഗർമാല പദ്ധതി പ്രകാരം ഇന്ത്യയുടെ പോർട്ടുകൾ വികസിപ്പിക്കുക, ഷിപ്പ്യാർഡുകൾ പണിയുക, തീരദേശ റോഡുകൾ വികസിപ്പിക്കുക, തീരദേശത്തെ റെയിൽവേ ശൃംഖലയുമായിട്ട് കണക്ട് ചെയ്യുക, അതുപോലെ അങ്ങനെ നിരവധി പ്രോജക്റ്റുകളാണ് ഈ തീരദേശത്ത് സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ നിർമ്മിക്കുക, വ്യവസായശാലകൾ വരിക. അങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് സംയോജിത വികസനത്തിന്റെ ഒരു ആശയമാണ് സാഗർമാല. ആ സാഗർമാല തന്നെയാണ് മിഷൻ സമുദ്ര. തീർച്ചയായിട്ടും കേരളത്തിന് ആവശ്യമുള്ള മിഷൻ തന്നെയാണ്. പക്ഷെ അതേസമയം ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന ഒരു പ്രവണത മൊത്തം പദ്ധതിയുടെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാകും. അങ്ങനെ നടന്നാൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന് ആരും വരില്ല. നമുക്ക് വേണ്ടത് ചെറുതാണെങ്കിലും ഒരു പദ്ധതി ഏറ്റെടുത്ത് അത് വിജയിപ്പിച്ച് വലിയ നിക്ഷേപരെ ആകർഷിക്കുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ ഈ ഇടതുമുന്നണിയുടെ കാലത്തായാലും മറ്റേത് മുന്നണിയുടെ കാലത്തായാലും തറക്കല്ലിട്ട് ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോട്ടെ. കൊച്ചിയിലെ ടാറ്റായുമായിട്ട് ചേർന്നുള്ള ബോട്ട് നിർമ്മാണശാല അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ആ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് വിജയകരമാകുമ്പോൾ അത് ടാറ്റായ്ക്ക് തന്നെ ഒരു പ്രചോദനമാകും കേരളത്തിലെ ഒരു കപ്പൽ നിർമ്മാണശാല തുടങ്ങാനായിട്ട്. കേരള സർക്കാരിന് തന്നെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, ഒരു പൊതുമേഖലാ സ്ഥാപനം. കേരളത്തിൽ ഇപ്പൊ തന്നെ അങ്ങനത്തെ കമ്പനികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നാവിഗേഷൻ സെക്ടറുമായിട്ട് ഇപ്പൊ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഉണ്ടല്ലോ, അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഫ്ലോട്ട് ചെയ്തിട്ട് വിദേശത്തു നിന്നും മൂലധനം ആകർഷിക്കാൻ ശ്രമിക്കാവുന്നതാണ്. കേരളത്തിന്റെ തീരവും കേരളത്തിന്റെ എവിടെയാണ് ഇതിനുള്ള സാധ്യത എന്നുള്ള കൃത്യമായ ഒരു പഠനം നടത്താവുന്നതാണ്. വേണ്ട സമയത്ത് ഇത്തരം പ്രവർത്തികൾ ചെയ്തില്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും. കാരണം തമിഴ്നാടും ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു സർവേ പുറത്തു വന്നു. വികസിത രാജ്യങ്ങളുടേതിന് തുല്യമായ പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വേൾഡ് ബാങ്കിന്റെ ആണ് ഒരു പഠനം പുറത്തു വന്നു. ആ പഠനത്തിൽ ഒന്നാം നിരയിൽ നിൽക്കുന്നത് തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക, തെലങ്കാന തുടങ്ങിയ ഡൽഹി, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ളത്. രണ്ടാം നിരയിൽ കേരളമാണ്, രണ്ടാം നിരയിലെ സംസ്ഥാനങ്ങളിൽ. അപ്പോ കേരളം ഒന്നാം നമ്പർ അല്ല, രണ്ടാം നമ്പറാണ്. രണ്ടാം നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല. കേരളത്തിന് പെർ ക്യാപിറ്റ ഇൻകം ആണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മൊത്തത്തിലുള്ള ഇൻകത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. GDP-യുടെ സ്റ്റേറ്റ് SGDP എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ വളരെ പുറകിലാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ പെർ ക്യാപിറ്റ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ വലിയ സാമ്പത്തിക അന്തരമില്ല. പക്ഷെ അന്തരമില്ല, നമ്മളെക്കാൾ അന്തരമില്ലാത്ത സംസ്ഥാനങ്ങളുണ്ടോ നമ്മൾ തിരിച്ചറിയും. നമ്മൾ ഒന്നാം നിരയിലല്ല. ഇവിടെ നമ്മുടെ ഈ സാമ്പത്തിക വളർച്ച കൂടുതൽ വരണമെങ്കിൽ, നമ്മൾ ഒന്നാം നിരയിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ വ്യവസായം വേണം. അതിനും പറ്റിയ മേഖലയാണ് ഈ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട മേഖല. മിഷൻ സമുദ്ര തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു മിഷൻ തന്നെ. എന്തായാലും ശരി, ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അതിനെക്കുറിച്ച് കൂടുതൽ വിഷമിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതായത് ഇനി കാള പറ്റുന്ന കേൾക്കുമ്പം കയറെടുക്കൽ, ശരിക്കും കാള പറട്ടെ, എന്നിട്ട് നമുക്ക് കയറന്വേഷിച്ച് പോവാം. അപ്പോ അതുവരെ ഒന്ന് സമാധാനത്തോടെ നിൽക്കുക. കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ മിഷൻ സമുദ്രം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുക. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശകലനങ്ങളും വാർത്തകളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.